മാനുഷിക പരിഗണന എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർക്കൊക്കെ അഭിമാനബോധമുണ്ട്, അവർക്ക് പിന്നെ അവരെക്കുറിച്ചുള്ള ഒരു സെൽഫ് എസ്റ്റീം ഉണ്ട്, അല്ലേ, സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം മനുഷ്യന്മാർക്കും ഉണ്ട്. അത് ഏറ്റക്കുറച്ചിലിൻ്റെ വ്യത്യാസമൊന്നുമില്ല, അല്ലെങ്കിൽ അവരുടെ പദവികളോ സാമ്പത്തിക ഉന്നതിയോ ഇതൊന്നും വിഷയമല്ല. അപ്പോൾ അവിടെ നമുക്ക് ഓരോ മനുഷ്യരെയും ഈ ആത്മാഭിമാനത്തോടു കൂടിയും റെസ്പെക്റ്റോടു കൂടിയും കൈകാര്യം ചെയ്യപ്പെടാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഔട്ട്കം പുറത്തു വരില്ല. അവർ സമയം ഒപ്പിച്ച് പണിയെടുത്ത് പോകുന്ന കഷ്ടപ്പെടുന്ന ഹാർഡ് വർക്കേഴ്സ് മാത്രമായിട്ട് തീരും. അവിടെ നമുക്ക് സെയിൽസ് കുറയും, റവന്യൂ കുറയും, വീണ്ടും ക്യാഷിലേക്ക് തന്നെ പോകും. പല പ്രായമുള്ള ആളുകളും ഞങ്ങൾ മുമ്പ് പെർഫോം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങളെ നിങ്ങൾ പേറണം എന്ന രീതിയിൽ പെരുമാറുന്ന പല ഭാരമായി തീരുന്ന പല സീനിയർ മാനേജേഴ്സ് വരെ സ്ഥാപനങ്ങളെ നശിപ്പിക്കുന്നുണ്ട്. അതെ, നമ്മൾ തുറന്നു പറയാതെ രക്ഷയില്ലല്ലോ. അപ്പോൾ തങ്ങളിരിക്കുന്ന സ്ഥാപനത്തിൽ തങ്ങളിരിക്കുന്ന സീറ്റിനോട് ആ സ്ഥാപനത്തെയും നമ്മുടെ കുടുംബത്തെയും മുന്നോട്ട് കൊണ്ടുപോകുന്ന വലിയ സംരംഭത്തോട് ഒരു കൂറും പ്രതിബദ്ധതയില്ലാതെ പെരുമാറുന്ന ആൾ ആരായാലും അതെ, നമുക്ക് അവരോട് മമതയില്ലല്ലോ. അതെ, ഒരു എക്സ്പീരിയൻസും അതുപോലെ തന്നെ ഈ പറയുന്ന എക്സ്പെർട്ടൈസും തമ്മിലുള്ളൊരു ഒരു ഫൈറ്റ് ഇവിടെ നടക്കുന്നുണ്ട് അല്ലേ. എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ എന്താണ് ഓൾഡ് പോപ്പുലേഷൻ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ പുതിയ എക്സ്പെരിമെന്റിലേക്ക് അവരെ കൊണ്ടുവരണം, എന്നാൽ എക്സ്പെർട്ടൈസ് കൂടും. അതെ, ആ എക്സ്പെരിമെന്റ്സ് എന്ന് പറയുന്ന സാധനം കട്ട് ചെയ്തിട്ട് അവർ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഞങ്ങൾ, അതുപോലെ പുതിയ എക്സ്പെർട്ടൈസ് വന്ന ആളുകൾ, പുതിയ ന്യൂജൻ വന്നിരിക്കുന്ന ഇവർ തമ്മിൽ യുദ്ധം ചെയ്യരുത്. ബിസിനസ്സിൽ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ ചിലപ്പോൾ നിസ്സാരമാക്കി കളയുന്ന ഒരു ഏരിയ ആണ് നമ്മളെ ഹ്യൂമൻ ക്യാപിറ്റൽ, അതായത് സ്റ്റാഫിൻ്റെ അതുപോലെ തന്നെ നമ്മളുടെ ടീമിൻ്റെ കാര്യങ്ങൾ. അതായത് നമ്മൾ മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതിന് പകരം ഇത്തരത്തിലുള്ള സ്റ്റാഫിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബിസിനസ്സിൽ നല്ല പ്രൊഡക്ടിവിറ്റിയും നല്ല സെയിൽസ് ഗ്രോത്തും നല്ല ക്യാഷ് ഫ്ലോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റും എന്നാണ് വിചാരിക്കുന്നത്. അതിനെക്കുറിച്ച് എന്താണ് നമുക്ക് ടേക്ക്? അതിൽ വളരെ പ്രധാനപ്പെട്ട ഇപ്പം ഈ സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിസ്കഷനാണിത്. കാരണം നമ്മൾ പറയും സെയിൽസ് കുറയാണ്, ക്യാഷ് ഫ്ലോ കുറയാണ്, അങ്ങനെ മണി ബ്ലോക്ക് ഉണ്ടാവുന്നുണ്ട്, ചിലപ്പോൾ പിന്നെ ബിസിനസ്സിന് അതൊരു ലോക്കായി തീരുന്നുണ്ട്, അതിനേക്കാൾ വലിയ സംരംഭകന് മാനസികമായി ഷോക്കായി തീരുന്നു. ഇതൊക്കെ തുടങ്ങുന്നത് എവിടുന്നാ? ശരിക്കും ഒരു ടൈറ്റായ ഒരു കോമ്പറ്റീഷൻ മാർക്കറ്റ് ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. ആഗോളതലത്തിൽ സാമ്പത്തികമായി ഒരു വരിഞ്ഞു മുറുകുന്ന അവസ്ഥ ഉണ്ട് എന്നുള്ളത് അതിനേക്കാൾ വലിയ റിയാലിറ്റിയാണ്. ബട്ട് ഇവിടങ്ങളിലൊക്കെ ആക്റ്റീവായിട്ട് പെർഫോമേഴ്സിനെ സൃഷ്ടിക്കാൻ നമ്മുടെ ടീമിൽ നിന്ന് കഴിയുന്നില്ലെങ്കിൽ അവിടെയാണ് ഇതിൻ്റെ തുടക്കം. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ചർച്ച വളരെ കാലികമാണ്, ഏറ്റവും പ്രസക്തമാണ് ഈ സമയത്ത്. കാരണം നമ്മൾ എന്തൊക്കെയോ കാരണങ്ങൾ പറഞ്ഞിട്ട് നമ്മുടെ സാമ്പത്തിക അവസ്ഥ, റവന്യൂ, പ്രോഫിറ്റ് ഇല്ല, കുറവാണ്, ബുദ്ധിമുട്ടാണ്, ടൈറ്റാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ ക്യാപിറ്റൽ തന്നെയാണ്. അപ്പോൾ അവരെ ഏതൊക്കെ അടിസ്ഥാനത്തിൽ അവരെ മോട്ടിവേറ്റ് ചെയ്ത് അവരിൽ നിന്ന് പെർഫോമൻസിനെ, പ്രൊഡക്ടിവിറ്റി ആൻഡ് ഔട്ട്കം, റിസൾട്ടിനെ മാക്സിമം നമ്മൾ വിചാരിക്കുന്ന രൂപത്തിൽ തന്നെ പുറത്തെടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് പരമപ്രധാനം. ഇപ്പോൾ നമുക്ക് ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുമ്പം നമ്മൾ സ്വർണം കുഴിച്ചെടുക്കുമ്പോൾ 1000 കിലോ, ഒരു ടൺ പൊടിപടലങ്ങൾ സഹിക്കുമ്പോൾ മാത്രമേ 2-3 ഗ്രാം സ്വർണം കിട്ടുന്നുള്ളൂ എന്ന് പറയാറുണ്ട്. ഇതുപോലെ തന്നെ മനുഷ്യരെ കുറച്ച് സഹിച്ച് അവരെ ഒന്ന് വെറുപ്പുകളും അതുപോലെ തന്നെ അവരുടെ ഭാഗത്തു നിന്നുള്ള അനിഷ്ടങ്ങൾ നമ്മൾ പേറുമ്പം താങ്ങുമ്പം മാത്രമാണ് അവരുടെ ഉള്ളിലുള്ള ആ നല്ല പെർഫോമൻസിനെ നമുക്ക് പുറത്തെടുക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുക റിക്രൂട്ട്മെൻറ്റ് സെലക്ഷനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ട്രസ്റ്റിന് 100 മാർക്ക് കൊടുക്കുമ്പം എബിലിറ്റിക്ക് 100 മാർക്ക്, സ്കില്ലിന് 100 മാർക്ക് കൊടുക്കുക. ഇത് രണ്ടും കൂടെ ചേരുന്ന ആളുകളെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ എന്നിട്ട് കറക്റ്റ് പ്ലേസ്മെൻറ്റ് നടത്തുക. അവർക്ക് ഏറ്റവും യോജ്യമായ, നമുക്ക് ഏറ്റവും പ്രൊഡക്ടിവിറ്റി, അവർക്ക് ഏറ്റവും ഇഷ്ടത്തോടെ ചെയ്ത് തീർക്കാൻ പറ്റുന്ന സ്ഥലത്തെ അവരെ ഇരുത്താവും. അതെ, അങ്ങനെ വരുമ്പം അവരിൽ നിന്ന് വളരെ നല്ലൊരു പ്രൊഡക്ടിവിറ്റി നമുക്ക്, അതായത് അവരെ ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിക്കുമ്പോഴാണ് നമുക്കും തലവേദന അവർക്കും തലവേദനാവുന്നത്. മൊത്തത്തിൽ ആ ബിസിനസ്സിന് തന്നെ അത് നഷ്ടമായി മാറുന്നു. തീർച്ചയായിട്ടും ഇഷ്ടമില്ലാത്ത ഏരിയയിൽ കൊണ്ടുപോയി ഇരുത്തുമ്പേ. അതെ, അവരെ പിന്നെ അവരോടുള്ള ബിഹേവിയറിലും അവരുടെ ട്രീറ്റ്മെൻറ്റിലും വളരെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ സംരംഭത്തിൽ, ഒരു സ്ഥാപനത്തിൽ നടത്തേണ്ടതുണ്ട്. ഇപ്പോൾ അവരെ ഒരു സ്മൈല്, ഹാപ്പിനെസ് നിലനിർത്തണമെങ്കിൽ വെറുതെ ഒരു
ഇളിച്ച് സ്മൈലി ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചേക്കും കുറച്ച് സമയം. അതല്ല, അവരുടെ മൈൻഡ്ഫുൾനെസ്, മനസ്സിൻ്റെ കോൺസെൻട്രേഷനും ഫോക്കസോടും കൂടി അവരുടെ മനസ്സറിഞ്ഞ ഒരു ഇമോഷണൽ സ്മൈല് അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ, അവരെ ജീവിതത്തെ ടച്ച് ചെയ്യുന്ന, അവരുടെ സാമ്പത്തികാവസ്ഥയെ അറിയുന്ന, അവരുടെ ഫാമിലി മെമ്പേഴ്സിനെയും കുടുംബത്തെയും പറ്റി വളരെ നല്ല ഗ്രാഹ്യമുള്ള ഒരു സംരംഭകൻ അല്ലെങ്കിൽ സ്ഥാപനം അവരുടെ എല്ലാ കാര്യങ്ങളിലും നിറഞ്ഞു നിൽക്കും. അപ്പോൾ അവിടേക്ക് കടന്നു വരാൻ തന്നെ അയാൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ അതൊരു എൻജോയ്മെന്റ് സ്ഥലമായിട്ട് മാറുകയാണ്, കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന സ്ഥലമല്ല. അപ്പോൾ അവരുടെ ഉള്ളിൽ നിന്നാണ് പുറത്തേക്ക് ഈ കാര്യങ്ങളൊക്കെ ഒഴുകി എത്തുന്നത്. അങ്ങനെ അവരെ സമയാസമയത്ത് എൻകറേജ് ചെയ്യുക, പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അവരെ കാര്യങ്ങൾ ചെയ്തു തീർക്കുമ്പോൾ തന്നെ പൊതുമധ്യത്തിൽ ടീമിൽ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു, അഭിനന്ദനം അറിയിക്കുന്നു. ഇനി എവിടെങ്കിലും കറക്റ്റ് ചെയ്യേണ്ട, തിരുത്തേണ്ട കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പം അവരെ ജനമധ്യത്തിലും അവരുടെ ടീമിലും അല്ല തിരുത്തേണ്ടത്, കറക്റ്റ് ചെയ്യേണ്ടത്. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ സാൻഡ്വിച്ച് അപ്രോച്ച് എന്ന് പറഞ്ഞ പോലെ അവരെ വളരെ സ്വകാര്യം വിളിച്ചിട്ടാണ് അവിടെ കർശനം കൊടുക്കേണ്ടത്, ട്രെയിനിങ് കൊടുക്കേണ്ടത്. പക്ഷെ പൊതുവില് ഓൺടർപ്രണേഴ്സ് എന്നല്ല, മനുഷ്യന്മാർ പൊതുവിൽ അങ്ങ് ചെയ്തു പോകുന്നൊരു പ്രവണതയാണ് അല്ലേ, ആളുകളുടെ ഇടയിലാണ് കറക്റ്റ് ചെയ്യാൻ നോക്കുക. അത് ഭയങ്കരമായിട്ട് അവരുടെ മൊറയിൽ തകരുകയും അവർക്കുള്ള നമ്മളെ സ്ഥാപനത്തോടുള്ള മനോഭാവം ഒക്കെ മാറി ഒരു നെഗറ്റീവ് ചിത്രം കൊടുക്കാൻ ഇടയാക്കൂലേ? തീർച്ചയായിട്ടും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ മാനുഷിക പരിഗണന എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർക്കൊക്കെ അഭിമാനബോധമുണ്ട്, അവർക്ക് പിന്നെ അവരെക്കുറിച്ചുള്ള ഒരു സെൽഫ് എസ്റ്റീം ഉണ്ട് അല്ലേ, സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം മനുഷ്യന്മാർക്കും ഉണ്ട്. അത് ഏറ്റക്കുറച്ചിലിൻ്റെ വ്യത്യാസമൊന്നുമില്ല, അല്ലെങ്കിൽ അവരുടെ പദവികളോ സാമ്പത്തിക ഉന്നതിയോ ഇതൊന്നും വിഷയമല്ല. അപ്പോൾ അവിടെ നമുക്ക് ഓരോ മനുഷ്യരെയും ഈ ആത്മാഭിമാനത്തോടു കൂടിയും റെസ്പെക്റ്റോടു കൂടിയും കൈകാര്യം ചെയ്യപ്പെടാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഔട്ട്കം പുറത്തു വരില്ല. അവർ സമയം ഒപ്പിച്ച് പണിയെടുത്ത് പോകുന്ന കഷ്ടപ്പെടുന്ന ഹാർഡ് വർക്കേഴ്സ് മാത്രമായിട്ട് തീരും. അവിടെ നമുക്ക് സെയിൽസ് കുറയും, റവന്യൂ കുറയും, വീണ്ടും ക്യാഷിലേക്ക് തന്നെ പോവും. ആ ക്യാഷ് കുറവ് വീണ്ടും അടിച്ചേൽപ്പിക്കുന്നത് നമ്മുടെ ഈ പാവപ്പെട്ട നമ്മുടെ സ്റ്റാഫിൻ്റെ പേരിലായിരിക്കും. അവർക്ക് സാലറി നീട്ടി പോകുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇൻസെൻറ്റീവ് കട്ട് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ആ ഞെരുക്കം വീണ്ടും ആർക്ക് വരുന്നു, അപ്പം വീണ്ടും അവർ ഡിപ്പിൽ പോകുന്നു. നമ്മുടെ സ്ഥാപനമാണ് വീണ്ടും താഴേക്ക് പോകുന്നത്. ഇതിങ്ങനെ താഴേക്ക് പോകുന്ന ഒരു ഫെനോമിനായിട്ട് അതെ അതിന്റെ ഗ്രാഫ് താഴോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ സംഭവിക്കുന്നത് പല സ്ഥാപനത്തിലും ഇത് തന്നെയാണ്. അപ്പോൾ ഇതിനുള്ള പെട്ടെന്നുള്ള ഒരു പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാഫിന്റെ പെർഫോമൻസിനെ മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ്, ഉയർത്തുക എന്നുള്ളതാണ് അല്ലേ? അതെ, തീർച്ചയായിട്ടും അത് ഉയർത്തുക എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ പറയുന്ന പ്രചോദനം, ഓരോ മനുഷ്യനും ഓരോ പ്രചോദനം, ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടർ ഉണ്ടെന്നാണ് പറയുക. അയാളെ മോട്ടിവേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അയാൾക്ക് അപ്രിഷിയേഷൻ വേണോ, അയാൾക്ക് ഇൻസെൻറ്റീവ് കൂടണോ, അയാൾക്ക് സാലറി വർദ്ധിപ്പിക്കണോ, ഇനി അതല്ല അയാളുടെ സ്കില്ല് വർദ്ധിപ്പിക്കാൻ നമ്മളെ ഇഷ്ടത്തോടെ അയാളെ ട്രെയിനിങ്ങിന് കൊണ്ടുപോകണോ? ഇത്തരം കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഒരു സ്ഥാപനത്തിലെ HR-ൻ്റെ പ്രധാനപ്പെട്ട ജോലി. അല്ലാതെ അവർക്ക് ലീവ് അനുവദിച്ചു കൊടുക്കുക, അവരെ സാലറി കട്ട് ചെയ്യുക, അവരെ പണിഷ്മെൻറ്റ് കൊടുക്കുക, അവരെ കുറേ ശിക്ഷണവും മാത്രം കൊടുക്കുക, ഇതൊന്നും അല്ലല്ലോ അവരുടെ പെർഫോമൻസ്. അതെ, അവരെ ലൈഫ് ടച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സമീപനം നമ്മളെ ഓൺട്രപ്രണറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണമല്ലോ. തീർച്ചയായിട്ടും ലൈഫ് ഓറിയന്റഡ് ലേണിംഗ് കൊടുക്കണം, അവരുടെ ലൈഫ് ഓറിയന്റഡ് നമ്മളുടെ അപ്രോച്ച് ഉണ്ടാവണം, അവരുടെ ജീവിതത്തെ ടച്ച് ചെയ്യുന്ന രീതിയിലുള്ള പരിചരണവും പരിപാലനവും പരിശീലനവും അവർക്ക് ഉറപ്പുവരുത്തണം. അപ്പോൾ അവിടെ മോട്ടിവേഷൻ വേണ്ടിവരും, ഇൻസ്പിറേഷൻ വേണ്ടിവരും, അവരുടെ എംപതറ്റിക്കൽ ആയിട്ടുള്ള ഒരു അപ്രോച്ച് വേണ്ടി വരും. അതുപോലെ തന്നെ അവരുടെ എമോഷണൽ ഫീലിങ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടി വരും അല്ലേ? ഇപ്പോൾ ആ സംരംഭത്തിലെ പ്രധാനപ്പെട്ട ഒരു ടോപ്പ് ലെവൽ മാനേജർ വന്നിട്ട് അയാളോട് ദിവസവും കാര്യങ്ങൾ തിരക്കുകയും അതൊരു കൗൺസിലിംഗ് ഇമ്പാക്റ്റ് ആണല്ലോ. അയാളുടെ ജീവിതത്തിൽ അയാൾ ഇന്നലെ ഇവിടുന്ന് പോയി തിരിച്ചു വരുമ്പോഴേക്ക് എന്തൊക്കെ സംഭവങ്ങളുണ്ടായി, അയാൾ ജീവിക്കുന്ന കുടുംബത്തിലും അയാളുടെ ചുറ്റുപാടിലും നിന്ന് അയാൾ കേൾക്കേണ്ടി വന്ന കുറേ സ്ട്രെസ്സോ പെയിനോ നെഗറ്റീവായിട്ടുള്ള സംസാരങ്ങളൊക്കെ പ്രതിഫലിക്കാൻ പോകുന്നത് ഇവിടെ ഈ പെർഫോമിംഗ് ടൈമിലാണ്. അപ്പോൾ നേരിട്ട് സ്ഥാപനത്തെയാണ് ബാധിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും ഒരു 5-10 മിനിറ്റ് ഒരു കൗൺസിലിംഗ് ഇമ്പാക്റ്റ് അവിടെ കൊണ്ടുവരുന്നത് രാവിലെ തന്നെ ഒരു ടച്ചോട് കൂടി ഒരു ആശ്വാസത്തോടു കൂടി അയാളെ ഒന്ന് സ്വാന്തനിപ്പിച്ചുകൊണ്ട് വീണ്ടും ഒരു പെർഫോമൻസിലേക്ക് അയാളെ തിരിച്ചു കൊണ്ടുവരേണ്ട ബാധ്യത കൂടെ ഈ മാനേജേഴ്സിന് അല്ലെങ്കിൽ സംരംഭകർക്ക്, ഈ സംരംഭത്തിലെ പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്ന ആ ലീഡർഷിപ്പിനുണ്ട് എന്നത് നമ്മൾ തിരിച്ചറിയണം. ഇങ്ങനെയാണ് തീർച്ചയായിട്ടും
ഒരു 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 പെർഫോമർ നമ്മൾ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ സ്റ്റാഫിൻ്റെ ഈ തിരിച്ചടികളുടെ ഏറ്റവും കൂടുതൽ പിരിമുറുക്കം വരുന്ന തിരിച്ചടികളുടെ ഇക്കാലഘട്ടത്തിൽ നമ്മുടെ ടീം അംഗങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് വിശ്വാസത്തിലെടുക്കുക എന്ന് പറയുന്നത്. ചില മൈക്രോ മാനേജ്മെൻറ്റ് റൂൾസ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ടോപ്പ് ലെവൽ മാനേജേഴ്സ് ചെറിയ കാര്യങ്ങൾ, വളരെ ചെറിയ കാര്യങ്ങളിൽ ഇങ്ങനെ സ്ക്രൂട്ടിനി ചെയ്ത് അവരെ ഹരാസ് ചെയ്യുന്ന പരിപാടിയുണ്ട്. അവിടങ്ങളിലൊക്കെ നമ്മളെ ട്രസ്റ്റ് പോവുകയും നമ്മളെ ഇതിനോടുള്ള റെസ്പോൺസിബിലിറ്റി, അതുപോലെ തന്നെ കമ്മിറ്റ്മെൻറ്റ് സ്ഥാപനത്തോട് അവർ കാണിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ. ഒരു പ്രതിബദ്ധതയും അതുപോലെ തന്നെ ഒരു ഉത്തരവാദിത്വ ബോധവും ധാർമ്മിക ചുമതല എന്നൊക്കെ പറയുന്ന ആ വാല്യൂസ്, ഇതൊക്കെ കളഞ്ഞു പൊളിക്കും. കാരണം ട്രസ്റ്റ് ഇല്ല, വിശ്വസിക്കുന്നില്ല, എന്ത് ചെയ്താലും ഇവരിങ്ങനെയാണ്, ഇനി എന്ത് ചെയ്തിട്ടെന്താ എന്നൊരു ഫീലിംഗ് വരും. ആ ഫീല് വരുത്തിയിട്ട് പിന്നെ അവർക്ക് ട്രെയിനിങ് കൊടുത്തിട്ടും കാര്യമില്ല, പിന്നെ ഇൻസെൻറ്റീവ് കൂട്ടി കൊടുത്തിട്ടും കാര്യമില്ല. കാരണം മനുഷ്യന്മാർ തമ്മിലുള്ള വിശ്വാസം പോയാൽ, അത് വലിയ സംരംഭകനാവട്ടെ, ചെറിയ സീപ്പറായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്യൂണായിട്ടുള്ള താഴെക്കിടെയുള്ള ഒരു മനുഷ്യനാവട്ടെ, ഇവർ തമ്മിൽ മനുഷ്യന്മാർ എന്ന് പറയുന്ന വിശ്വാസ്യതയുടെ ഒരു ബന്ധമുണ്ട്, വളരെ വൈകാരികമായ അടുപ്പത്തിൻ്റെ ഒരു ബോണ്ടുണ്ട്. ഇത് വാക്കിലൂടെയോ പ്രവൃത്തിയിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് ഗണിച്ച് ഒരുമിപ്പിച്ച് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ വളരെ വിഷമാണ്. ഇത് പല സ്ഥാപനത്തിലും ഇപ്പം ഇങ്ങനെ നടക്കുകയാണ്. അതെ, ഒന്നാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിൽ ഓൺടർപ്രണേഴ്സിന്റെ കയ്യിൽ ഇപ്പം ഷോർട്ടേജ് ഓഫ് ലിക്വിഡിറ്റി ഉണ്ടാവും. ഈ ഒരു അവസ്ഥ നമുക്കറിയാലോ ഇപ്പോഴത്തെ ഒരു സിനാരിയോ. അപ്പോൾ ആ കൂട്ടത്തിൽ സ്റ്റാഫിന്റെ പ്രൊഡക്ടിവിറ്റി കൂടി കുറയുമ്പോൾ അവര് ഓട്ടോമാറ്റിക്കലി അവരോട് ദേഷ്യപ്പെട്ട് വളരെ ഹാർഷായിട്ടുള്ള, വളരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള സംസാരങ്ങളും അറഗന്റ് ബിഹേവിയേഴ്സ്, ഷൗട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ അവരെ വെറും ബ്ലെയിമിങ്, കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക, നിങ്ങളാണ് ഇതിന്റെ പ്രശ്നം, നിങ്ങളാണ് ഈ ശമ്പളം കൊണ്ടുവന്നത്, ഇവിടെ ഒരു പ്രവൃത്തി നടക്കുന്നില്ല. ഇത്തരം ബ്ലെയിമിങ് ആറ്റിറ്റ്യൂഡും ടോക്കും സംസാരവും ഇങ്ങനെ നിരന്തരം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റാഫിന് ഏത് തരത്തിലാണ് ഒരു പെർഫോമർ ആവാൻ പറ്റുക? അതെ അതെ. അപ്പോൾ അവിടെയാണ് ഈ പറഞ്ഞ ഓൺട്രപ്രണർക്ക് ഒരു സഹായിയായിട്ട് അല്ലെങ്കിൽ ഓൺട്രപ്രണർക്ക് ഒരു ഹെൽപ്പായിട്ട് ഒരു പുറത്തുനിന്നുള്ള ഒരു ഏജൻസിയോ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഒരു പലപ്പോഴും അത് വേണ്ടി വരുന്ന ഒരു ഘട്ടം ഇപ്പം ഉണ്ട്. കാരണം എന്താ പറയുക, ചില സംരംഭകരുണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ ടോപ്പ് ലെവൽ മാനേജേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ HR ഡിവിഷണൽ ഹെഡ് ഉണ്ട്, ഡിപ്പാർട്ട്മെന്റ്, അവർ തന്നെ ഇവരെ ശരിയാക്കാൻ നോക്കും. കുറേ കാലം ശരിയാവുന്നുണ്ടാവും, ചില ആളുകൾക്ക് എപ്പോഴും ശരിയാക്കാൻ പറ്റുന്നുണ്ടാവും. പക്ഷേ ഏറിയ കൂറും പല സ്ഥാപനങ്ങളും കൺസൾട്ട് ചെയ്തതിൽ നിന്നും അവരുമായിട്ട് വളരെ ഡീപ്പായിട്ട് ഓപ്പൺ ഡിസ്കഷൻ ഷെയറിങ്ങിൽ നിന്നും മനസ്സിലായത് പല ഭാഗത്തും ഈ സ്റ്റാഫ് സംവിധാനം, ടീമും ഇവരുടെ ടോപ്പ് ലെവൽ മാനേജേഴ്സ്, സംരംഭകർ, ഇവരുടെ ലീഡർഷിപ്പും തമ്മിൽ ഒരു മോരും മുതിരയും പോലെ ചേരായിക അല്ലെങ്കിൽ അത് പോകാത്തൊരവസ്ഥ ഉണ്ട്. അവിടങ്ങളിൽ തീർച്ചയായിട്ടും ഒരു എക്സ്റ്റേണൽ ഏജൻസി ഇവർ രണ്ടുപേരെയും പഠിക്കണം, അവിടുത്തെ വിഷയങ്ങൾ പഠിക്കണം, എന്നിട്ട് വളരെ സൈക്കോളജിക്കലി, വളരെ മനഃശാസ്ത്രപരമായി തന്നെ വളരെ നല്ല ഡീലിങ്ങിൽ സൗമ്യമായിട്ട് അവരിലേക്ക് മെല്ലെ കയറി പോകണം. ഈ ടീമംഗങ്ങളിലേക്ക്, അവരുടെ മനസ്സുകളിലേക്ക് കയറിപ്പോയിട്ട് അവരെ ട്രാൻസ്ഫോം ചെയ്യാനും അവരെ ഇതിന്റെ ഭാഗമാക്കിയിട്ട്, നിങ്ങളെ തന്നെ സ്ഥാപനമാണിത്, നിങ്ങളുടെ അടിസ്ഥാനമാണിത്, നിങ്ങളുടെ കുടുംബവും നിങ്ങളും ഈ ഒരു നിലനിൽപ്പിന്റെ ഭാഗമായിട്ട് ഈ സ്ഥാപനത്തെ കാണണം. അപ്പോൾ നിങ്ങളുടെ ഓരോ സെക്കൻഡും മിനിറ്റും ഇവിടെ ചെലവഴിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങൾക്കും വേണ്ടിയാണ്, അതിലുപരി നാടിനും നമ്മുടെ ലോകത്തിനും തന്നെയാണ് എന്ന രീതിയിലുള്ള ഒരു വൈഡായിട്ടുള്ള, നേരവുമായിട്ടുള്ള ആ സ്ട്രാറ്റജിക്കൽ വിഷനിൽ നിന്ന് ഒരു ബ്രോഡായിട്ടുള്ള, വളരെ വൈഡായിട്ടുള്ള, വിപുലമായ ഒരു വൃത്തത്തിലേക്കും പശ്ചാത്തലത്തിലേക്കും ഒരു വലിയ ലക്ഷ്യത്തിലേക്കും ഇവരെയും കൂടെ കൊണ്ടുവരണം. അങ്ങനെ സ്ഥാപനത്തിന്റെ ഭാഗമാക്കി ഇവരെ മാറ്റാൻ പറ്റണം. അതിൽ ചിലപ്പോൾ ഇവരുടെ ഫാമിലി കണക്ടിവിറ്റി നമുക്ക് വേണ്ടി വരും, പിന്നെ ഫാമിലിയെയും കൂട്ടിയിട്ട് ഒരുമിച്ചുള്ള ഗെറ്റ് ടുഗദേഴ്സ് നമ്മൾ സംഘടിപ്പിക്കേണ്ടി വരും, ഇവരെയും കൂട്ടി ഒരു പിക്നിക് ടൂർ നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റും, ചിലപ്പോൾ ഒരുമിച്ചിരുന്ന ഒരു ട്രീറ്റ്, ഒരു ഭക്ഷണം കഴിക്കേണ്ടി വരും. അതൊക്കെ ഒരു വേസ്റ്റേജ് ഓഫ് ടൈം ഓർ മണി ആണെന്ന് വിചാരിക്കുമല്ലോ. അല്ല, തീർച്ചയായിട്ടും ഈ സമയത്ത് നമുക്ക് തീർത്ത് പറയാൻ പറ്റും, ഇത്തരത്തിൽ ട്രീറ്റ്മെന്റ് കൊടുത്തുകൊണ്ട് പരിപാലിക്കുന്ന ആളുകൾ, സംരംഭങ്ങൾ, അവരെ ആ ടീം വർക്ക് ഉണ്ടല്ലോ, ഏത് ചാലഞ്ച്, ക്രൈസിസ്, ഇഷ്യൂ എന്ന് പറയുന്ന വലിയ പ്രതിബന്ധങ്ങളുടെയും അതുപോലെ പ്രയാസങ്ങളുടെയും ഉച്ചസ്ഥായിലിരിക്കുമ്പോൾ പോലും ആ സ്ഥാപനത്തെ ഹൃദയത്തോട് കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരുപാട് സ്റ്റാഫുകൾ അവരുടെ സാലറി പോലും ചിലപ്പോൾ ബുദ്ധിമുട്ടാണെങ്കിൽ മാറ്റിവെച്ച് അല്ലെങ്കിൽ പാതി സാലറി വാങ്ങിക്കൊണ്ട് സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ചരിത്രം നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന പല സ്ഥാപനത്തിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂയിങ് ദ സ്റ്റാഫിനെ വാല്യൂ ചെയ്യുക, അവരുടെ റിക്രിയേഷന് വാല്യൂ
വാല്യൂ ചെയ്യുക, അവരുടെ എന്റർടൈൻമെന്റ് വാല്യൂ ചെയ്യുക, ഇതൊക്കെ പ്രധാനമാണ്. തീർച്ചയായിട്ടും അവർക്ക് നമുക്കൊക്കെ എന്തൊക്കെ വേണോ അതൊക്കെ അവർക്കും വേണം. അതെ. മനുഷ്യന്മാരല്ലേ. അപ്പോൾ അങ്ങനെ ഒരു എമ്പതറ്റിക്കലി നമുക്ക് ഒരു അനുതാപം, ഒരു സഹാനുഭൂതിയോട് കൂടി ആളുകളെ കണ്ടുകൊണ്ടിരുന്നാൽ നമ്മുടെ ഫാമിലി, നമ്മൾ പറയും ഇത് എൻ്റെ സ്റ്റാഫ് എല്ലാം എൻ്റെ ഫാമിലി മെമ്പേഴ്സാണ് എന്നൊക്കെ വലിയ വാക്കിലും നാക്കിലും പറയുന്ന സംരംഭകരും ടോപ്പ് ലെവൽ മാനേജേഴ്സും ഒക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷെ അനുഭവം വരുമ്പോൾ, അവരോട് പെരുമാറുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ കാര്യം വരുമ്പോൾ ഇതൊക്കെ അവർ മറന്നു പോകും. അതുകൊണ്ട് കാര്യമില്ലല്ലോ. സത്യത്തിൽ ജീവിതമാണ്, ജീവിതത്തിൻ്റെ ഒരു വലിയ ഭാഗമാണ് ഇവിടെ. അപ്പോൾ ജീവിതവും കുടുംബവും അവരുടെ എല്ലാ വിഷയങ്ങളും ഇതിനോട് ചേർത്ത് പിടിക്കുമ്പം അവരും ഇതിനോട് ചേർന്ന് നിൽക്കും. അങ്ങനെ ഒരു പെർഫോമൻസ് നമുക്ക് കിട്ടും. ആ പെർഫോമൻസ് അവർക്ക് തന്നെയും തിരിച്ചു കിട്ടുന്നുണ്ട്. അതിൻ്റെ വലിയ ഭാഗം നമുക്കും അവർക്കും പങ്കുവെക്കാൻ പറ്റുന്നുണ്ട്. എല്ലാവർക്കും വളരെ ഹാപ്പിനെസ്സോട് കൂടി ഇതിനെ സർവൈവലിലേക്ക് കൊണ്ടുപോകാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, അവരുടെ സ്റ്റാഫിനെ വാല്യൂ ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ ഇപ്പം നമുക്ക് പീക്ക് ആൻഡ് വാലി എന്ന് പറഞ്ഞല്ലോ, ഒരു ദിവസത്തിൽ പീക്കും വാല്യൂ ഉണ്ടാവും. അപ്പോൾ വാലി ടൈമിൽ അവർക്ക് റെസ്റ്റ് ടൈമായിട്ടും അവർ റിലാക്സേഷൻ ടൈമായിട്ടും ഒക്കെ കൊടുക്കുന്നത് നന്നായിരിക്കും. ഇപ്പോൾ പിന്നെ നമ്മൾ നല്ല നല്ല ഓഫീസുകളിൽ പോയാൽ അരിച്ചിറങ്ങുന്ന നല്ല സംഗീതം, ഇതെന്താണ്? ഇതൊരു മ്യൂസിക് തെറാപ്പിയാണ്. വെറും പാട്ട് കേൾപ്പിക്കലല്ല. അത് അവരുടെ പ്രൊഡക്ടിവിറ്റി, മാനസിക തലത്തിൽ അവർ ഉണ്ടാകുന്ന ഹാപ്പിനെസ്സിലൂടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കുക ചെയ്യുക. ഇതുപോലെ പിന്നെ അരോമ തെറാപ്പി, നമ്മുടെ നല്ലൊരു സുഗന്ധം, പെർഫ്യൂമുള്ള ഒരു ഓഫീസ് ചുറ്റുപാടിലാണ് നമ്മൾ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നാസാരന്ധ്രങ്ങൾ, മൂക്കിനുള്ളിലെ പ്രത്യേക ഭാഗത്തുണ്ടാകുന്ന ഉണർവ്, ഈ ഉണർവ് പെർഫോമൻസിനെ എന്താക്കും? ട്രിഗർ ചെയ്യും. അല്ലെങ്കിൽ അതൊരു ഒരു കാറ്റലിസ്റ്റിക് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അതുപോലെ ഇപ്പം ചെറിയ ചെറിയ ഗെയിംസ് ഒക്കെ ഉള്ള ഓഫീസുകളുണ്ട്. അതുപോലെ തന്നെ ചെറിയ പാൻട്രി, അവർക്ക് ഒരു ഗ്രീൻ ടീയോ അല്ലെങ്കിൽ ഒരു സുലൈമാനിയോ എടുത്ത് കുടിക്കണം എന്ന് പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ ആ ഹീറ്റപ്പ് ഒന്ന് മൂഡ് മാറി ഒന്ന് ഫേസ് വാഷ് ചെയ്ത് എന്തെങ്കിലും ഒരു ഗ്ലാസ് അല്ലേ, ഒരു ജ്യൂസ് കുടിക്കണം. അങ്ങനെയുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്ന ഓഫീസുകൾ ഇപ്പോൾ ഇഷ്ടം പോലെയാണ്. അതൊരു റിജുവനേഷനാണ്. ഒരു എന്റർടൈൻമെന്റ് മൂഡിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് വരുമ്പോഴേക്കും ഒരു 5 മിനിറ്റാണ്. പക്ഷെ അപ്പോഴേക്കും അവരുടെ മൂഡ് ചേഞ്ച് ചെയ്യും. ആ ഒരു കണ്ടിന്യൂസ് ആയിട്ട് അടഞ്ഞുകൂടിയിരിക്കുന്ന ഒരു താഴേക്ക്, അവരുടെ ശരിക്കും പെർഫോമൻസ് താഴേക്ക് പോയായിരിക്കും. അവിടെ വെച്ചിട്ട് ആ വാലിയിൽ നിന്ന് അവരെ വീണ്ടും പീക്കിലേക്ക് കൊണ്ടുവരുന്ന ഒരു ട്വിസ്റ്റാണ് അവിടെ. അത് ഭയങ്കരമായിട്ട് അതിന്റെ ഇമ്പാക്റ്റ് തോതിലുള്ള അത് പഠനങ്ങളാണ്. ഇപ്പൊ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പഠനം വന്നത് 5 ഡേയ്സ് വീക്ക്, ആ വർക്കിനെ പെർഫോമൻസ് ആക്കി മാറ്റുന്ന 5 ഡേയ്സിലേക്ക് ഒതുക്കുമ്പോൾ ഒരു ദിവസം ലെഷറും ഒരു ദിവസം ബഫറും ആയിട്ട്, അങ്ങനെ ഒരു പ്ലാനിങ്ങും ഒരു ലെഷറും ആയിട്ട് റീചാർജ് ചെയ്യപ്പെടുമ്പം ബാക്കിയുള്ള 5 ദിവസത്തെ അവരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നു എന്നുള്ള കണ്ടുപിടുത്താണ് വരുന്നത്. ഒരുപാട് വർക്ക് അടഞ്ഞിരുന്ന് വളരെ ലോഡഡ് ആയിട്ടുള്ള ഭാരം ചുമക്കുന്ന വർക്കേഴ്സിനേക്കാൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഫ്രൂട്ട്ഫുൾ ആൻഡ് റിസൾട്ട്ഫുൾ ആയിട്ടുള്ള വളരെ എന്റർടൈൻമെന്റ് അതുപോലെ ഹാപ്പിനെസ് കൊണ്ടുവരുന്ന ഒരു മൂഡിൽ പരിമിതമായ വർക്കിംഗ് ഹവേഴ്സിൽ അവർ നല്ല പെർഫോമൻസ് പുറത്തെടുക്കുന്നു എന്ന പഠനങ്ങളാണ് വരുന്നത്. അത് പറഞ്ഞാൽ അവരുടെ ക്രിയേറ്റിവിറ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനൊക്കെ അത് യൂസ്ഫുൾ ആയിരിക്കും അല്ലേ, ഈ ബഫർ ലെഷർ ഡേയ്സിന്റെ. അതെ, ഈ ക്രിയേറ്റിവിറ്റീനെ നമുക്ക് സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന തന്നെ നല്ല പ്ലേസ്മെന്റിൽ അവരുടെ ഇഷ്ടം, പാഷനും ഹോബി പോലെയും കാണാൻ ശീലിച്ച ആളുകളെ, അല്ലെങ്കിൽ ആ തരത്തിൽ അവരുടെ പ്ലേസ്മെന്റ് വളരെ ശാസ്ത്രീയമായി വളരെ സയന്റിഫിക് ആയിട്ട് നടത്താൻ പഠിച്ച ഒരു ഇന്റർവ്യൂ ബോർഡിന് അത് സാധിക്കും. അങ്ങനത്തെ ഒരു സിസ്റ്റവും കൂടെ നമുക്ക് ആവശ്യമുണ്ട്. കാരണം മിസ്പ്ലേസ്മെന്റ്, ഇരുത്തേണ്ടവനെ ഇരുത്തിയില്ല എങ്കിൽ തന്നെ കഷ്ടപ്പാടാ, അവനും ഭാരാണ്, അവനെ നമുക്കും ഭാരാണ്. ഇതാണ് പലപ്പോഴും പല സ്ഥാപനത്തിൽ നടക്കുന്നത്. ഈ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ ക്രിയേറ്റിവിറ്റി ബൂസ്റ്റ് ചെയ്യാനായിട്ടേ ഈ റെസ്റ്റ് ടൈമും, അതായത് അവർക്ക് എല്ലാം മറന്നുകൊണ്ടൊന്ന് ഫ്രീ ആയിരിക്കുമാണല്ലോ ക്രിയേറ്റിവിറ്റി വരുന്നത്. തീർച്ചയായിട്ടും നമ്മൾ വർക്കഹോളിക് ആയിട്ട് പോകുമ്പോൾ ക്രിയേറ്റിവിറ്റി ഒന്നും വരുന്നില്ലല്ലോ. ഇല്ല. അപ്പൊ ഈ റെസ്റ്റ് ഒരു ഗ്യാപ്പ് ഒക്കെ വരുമ്പോഴാണ് അവരുടെ ഉള്ളിൽ എന്താണ് സന്നിവേശിപ്പിച്ചിരിക്കുന്ന ആ കഴിവ് ഇങ്ങോട്ട് പുറത്ത് വരും. എല്ലാവർക്കും അങ്ങനെ. തുടർച്ചയായിട്ട് പഠിക്കുന്ന കുട്ടിക്ക് 1 മണിക്കൂറിലധികം ഇരിക്കാൻ പറ്റില്ല. ഒരു 5-10 മിനിറ്റ് ബ്രേക്ക് ചെയ്യണം നമ്മൾ പറയുന്ന പോലെ തന്നെ ഇത്. അതെ എല്ലാം അങ്ങനെ തന്നെയാ. ഒരുപാട് നേരം ഒരേ സംഗതിയിൽ ഒരുപാട് നേരം കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ഒരു സ്റ്റാഗ്നേഷൻ ഉണ്ട്.
അത് വർക്ക് പ്ലേസിലുണ്ട്. അതായത് അപ്പം അതായത് സ്റ്റാഫ് ഈ പറഞ്ഞതുപോലെ ഈ ക്രിയേറ്റിവിറ്റിയും ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും സ്റ്റാഫ് എപ്പോഴും മോട്ടിവേറ്റഡ് ആവുന്നത് അവർക്ക് എത്ര റെന്യൂമറേഷൻ, എത്ര സാലറി, എത്ര കിട്ടും എന്നുള്ളതിൽ തീർച്ചയായിട്ടും പുതിയ പഠനങ്ങൾ പറയുന്നത് ബേസിക് ആയിട്ട് ഒരു സ്റ്റാൻഡേർഡ് സാലറി കൊടുക്കുന്നത്, ബേസിക് സാലറി എന്നാണ് നമ്മൾ പറയാം. പിന്നെ ടാർഗറ്റ് കണ്ടാൽ പേടിക്കുന്ന ആളുകൾ ശരിക്കും പെർഫോമൻസ് അല്ല. അവർക്ക് എന്തോ ഒരു പ്രശ്നം അവിടെ ഉണ്ട്, അല്ലെ മിസ്പ്ലേസ്മെന്റ്, അവരുടെ ഇഷ്ടത്തിലല്ല അവർ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ അവർ മടിയന്മാരാണ്. ഏതോ ഒരു രോഗം അവിടെ ഉണ്ട്, ആ രോഗത്തെ ട്രീറ്റ് ചെയ്യാതെ അവരെ പെർഫോമൻസ് ആക്കി മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഒരു ബേസിക് സാലറി പ്ലസ് ഇൻസെന്റീവ് സിസ്റ്റമാണ് ഏറ്റവും നല്ല പെർഫോമൻസ് തിരഞ്ഞെടുക്കുക. പെർഫോമൻസ് ബോണസ് ആയിട്ട് പെർഫോമൻസ് ബോണസ് പുതിയ ടെർമിനോളജി, അത്തരം കാര്യങ്ങളാണല്ലോ അവരുടെ പെർഫോം ചെയ്യുന്നതിനനുസരിച്ച് അവരുടെ ലിമിറ്റില്ലാത്ത എന്താണ് ഗെയിനിങ് നേടിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോർമുലകൾ. അപ്പോൾ അതിൽ ഒരു ലിമിറ്റില്ല, ഇത്രേ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുള്ളൂ എന്നുള്ള ഒരു ക്യാപ്പ് സിസ്റ്റം അല്ല. ബേസിക് അവർക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട്, പ്ലസ് എത്ര പെർഫോം ചെയ്യുന്നു അത്രയും നേടിക്കൊണ്ട് കയറി പോകാനുള്ള വലിയൊരു ഓപ്പണിംഗ് ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ടാവുക. ഓക്കെ. പിന്നെ അതെ, അതുപോലെ തന്നെ അതായത് ഓൺട്രപ്രണേഴ്സ്, ചില ഓൺട്രപ്രണേഴ്സൊക്കെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഏരിയയാണ് ഈ സ്റ്റാഫിൻ്റെ ഹെൽത്ത്, അവരുടെ ഹെൽത്തി ഹാബിറ്റ്സ് ഒക്കെ. അതായത് അവർക്ക് ഫുള്ളി വർക്ക് ലോഡഡായി വരുമ്പോൾ അവരുടെ സ്വന്തം ഹെൽത്തിനെ പോലും അവർ കെയർ ചെയ്യാതെ പോകേണ്ട അവസ്ഥ വരാറുണ്ട് സ്റ്റാഫുകൾ. പല സ്ഥാപനങ്ങളും നമ്മൾ കേൾക്കാറുണ്ട്, കാണാറുണ്ട്. അപ്പോൾ ഇത് കെയർ ചെയ്യേണ്ട ഒരു സംഭവം തന്നെ അല്ലേ? നമ്മളെ ഫാമിലി മെമ്പേഴ്സ് എന്ന കോമന പേരിട്ട് വിളിക്കുന്ന ആളുകളല്ലേ നമ്മളെ സ്റ്റാഫ് സംവിധാനം നമുക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടിയും. അങ്ങനെയാണല്ലോ ഒരു കൂട്ടുത്തരവാദിത്തമായത്. അപ്പോൾ നമ്മുടെ ഫാമിലിയിൽ നമ്മുടെ മക്കളെയും നമ്മുടെ സഹധർമ്മിണിയെയും നമ്മുടെ രക്ഷിതാക്കളെ എത്രമാത്രം കെയർ ചെയ്തുകൊണ്ടും ലവ് ചെയ്തുകൊണ്ടും അവരുടെ ഒരു വിഷയത്തിൽ നമ്മളെ വളരെ എംപതറ്റിക്കലി അവരോട് അല്ലേ സഹാനുഭൂതിയോടുകൂടിയും പെരുമാറുന്നു, അതേപോലെ പെരുമാറ്റം ഈ നമ്മുടെ സ്റ്റാഫ് അംഗങ്ങൾ കൊടുത്താൽ തീർച്ചയായിട്ടും നമ്മൾ ചവിട്ടി പുറത്താക്കിയാൽ പോലും അവർ പോകില്ല. ഞങ്ങൾ ഈ സ്ഥാപനം വിട്ട് പോകില്ല എന്നവർ ഉറപ്പിച്ചും തറപ്പിച്ചും പറയും. ഇത് അനുഭവങ്ങൾ കൊണ്ടാണ് പറയുന്നത്, വെറുതെ പറയല്ല. കാരണം എന്താ പറയുക, അവിടെ സാലറീൻ്റെ പ്രശ്നമല്ല, ഇൻസെൻറ്റീവിൻ്റെ പ്രശ്നമല്ല, അവരോട് നമ്മൾ ഏത് രീതിയിലാണ് പെരുമാറ്റം സെറ്റ് ചെയ്യുന്നത്, അവരുടെ എമോഷൻസിൻ്റെയും അവരുടെ ആത്മാഭിമാനത്തിൻ്റെയും ഭാഗത്ത് നമ്മൾ ഏത് തരത്തിലാണ് അവരോട് നമ്മുടെ ഹൃദയഭാവം എടുക്കുന്നത്, അതാണ് അവർ തിരിച്ചറിയുന്നത്. അതെ. അതുപോലെ തന്നെ അവരുടെ പെർഫോമൻസിനെ മോണിറ്റർ ചെയ്യാനും അത് ഇവാലുവേറ്റ് ചെയ്യാനുള്ള സിസ്റ്റം പല സംരംഭങ്ങളിലും ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. അതിലെ ഒരു ശാസ്ത്രീയമായിട്ടുള്ള രീതി ഉണ്ടായിക്കൊള്ളുന്നില്ല. ഒരു ക്യാഹയായിട്ട് ഇങ്ങനെ പോകുന്നുണ്ടാവും. അതൊരു സാമാന്യമായിട്ട് ജനറലി ചിലത് ഉണ്ട് എന്നല്ലാതെ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ഡിസിപ്ലിൻ, അച്ചടക്കത്തിന് നമ്മൾ മാർക്ക് കൊടുക്കണം, അവരുടെ ബിഹേവിയറിന് നമ്മൾ മാർക്ക് കൊടുക്കണം. അപ്പം അങ്ങനെയാണല്ലോ. പിന്നെ അവരുടെ ഡ്രസ്സിങ്, അവരുടെ പാക്കിങ് ആൻഡ് ഡ്രസ്സിങ്, ഗ്രൂമിങ്, ഇതിന് മാർക്ക് കൊടുക്കണം. അവരുടെ ടീം വർക്കിൽ അവരെത്രമാത്രം ഇൻവോൾവ് ചെയ്യുന്നു, എത്രമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, എത്രമാത്രം ഗ്രോത്ത് സൈഡിൽ അവർ ലേൺ ചെയ്യുന്നു, ഇതിനൊക്കെ മാർക്ക് കൊടുക്കണം. ഇങ്ങനെ മാർക്ക് കൊടുക്കേണ്ട കുറേ കാര്യങ്ങളാണ് നമ്മൾ കൺസൾട്ടിങ്ങിലൊക്കെ സ്ഥാപനങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം അതിനനുസരിച്ച് അവർ റാങ്കിങ് ആൻഡ് ഗ്രേഡിങ് ചെയ്തപ്പോൾ അത്ഭുതകരമായ മാറ്റം ഉണ്ടായി. കാരണം എന്താ പറയുക, അവർക്കും അതൊരു മോട്ടിവേഷനായി. കാരണം ഇതൊക്കെ നമ്മൾ അളക്കപ്പെടുന്നുണ്ടല്ലോ. ഇതുവരെ അവർ പോലും അറിയാത്ത കാര്യങ്ങൾ അവരെ വിളിച്ച് ഇതിന് നിങ്ങൾക്ക് ഗ്രേഡ് ഉണ്ട്, മാർക്കുണ്ട്, ഈ മാസത്തെ പെർഫോമർ ഇന്ന ആളാണ്, എന്തുകൊണ്ട് എന്ന് ഉത്തരസഹിതം അവരുടെ ഗ്രൂപ്പ് മീറ്റിങ്ങിൽ, മന്ത്ലി മീറ്റിങ്ങിൽ പറയുമ്പോഴാണ് അവർ ഞെട്ടുന്നത്. ഡാറ്റയാണ് അവരോട് സംസാരിക്കുന്നത്. അതെ, വെറുതെ ഒരു അന്ധമായിട്ട് HR മാനേജർക്ക് ചില ആൾക്കാരോടുള്ള ഇഷ്ടോ അല്ലെ തൻ്റെ പിണിയാളുകളായിട്ട് കുറച്ച് ആളെ കൊണ്ടു നടക്കുന്ന രീതിയിൽ തൻ്റെ പക്ഷക്കാർ, തൻ്റെ എതിർപക്ഷക്കാർ എന്നൊക്കെ പറയുന്ന രീതിയിൽ പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും ഒക്കെ ഉണ്ടാക്കുന്ന HR മാനേജേഴ്സ് ഉണ്ട് നമ്മുടെ സ്ഥാപനങ്ങളിൽ. അതൊരു ന്യൂജൻ സ്റ്റൈൽ അല്ലല്ലോ. സയന്റിഫിക് ആയിട്ടുള്ള ചാർട്ട് ഔട്ട് ചെയ്ത് ഓരോരുത്തരെയും മൈന്യൂട്ടായിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് അവരുടെ പോസിറ്റിവിറ്റിയെ അളക്കുകയും റാങ്ക് ചെയ്യുകയും ചെയ്തിട്ട് അവരോട് ആ പാരിതോഷികം, റിവാർഡൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ അവർക്ക് ഒരു വല്ലാത്തൊരു മോട്ടിവേഷൻ. അതെ, അതനുസരിച്ചുകൊണ്ട് അവർക്ക് പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുകയും വേണം അല്ലേ. അപ്പൊ എന്താ, അതിന് യാതൊരു പക്ഷഭേദവും ഇല്ല. നമ്മൾ ആളുകളോട് പ്രത്യേകമായി അനിഷ്ടമില്ല. ആര് പെർഫോം ചെയ്യുന്ന ആളുകൾ ഇന്നലെ വന്ന ആളായാലും 20 വർഷം മുമ്പ് വന്ന ആളായാലും ഇന്നലെ വന്ന ആൾ പെർഫോം ചെയ്യാണ് മേലെ കയറണം. അതെ,
അതാണ് കാര്യം. നമ്മൾ അല്ലാതെ നമ്മൾ പറയല്ലോ സീനിയോറിറ്റി, അതെ, ആ സീനിയോറിറ്റിന്റെ കാലം കഴിഞ്ഞു. ഇപ്പൊ പെർഫോമൻസിലാണ് കാര്യം. കാര്യം. ഏജ് ഒരു ഫാക്ടറേ അല്ല. ഏജ് ഫാക്ടർ അല്ല. ഏജ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ പല പ്രായമുള്ള ആളുകളും ഞങ്ങൾ മുമ്പ് പെർഫോം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങളെ നിങ്ങൾ പേറണം എന്ന രീതിയിൽ പെരുമാറുന്ന പല ഭാരമായി തീരുന്ന പല സീനിയർ മാനേജേഴ്സ് വരെ സ്ഥാപനങ്ങളെ നശിപ്പിക്കുന്നുണ്ട്. അതെ, നമ്മൾ തുറന്നു പറയാതെ രക്ഷയില്ലല്ലോ. അപ്പോൾ തങ്ങളിരിക്കുന്ന സ്ഥാപനത്തിൽ തങ്ങളിരിക്കുന്ന സീറ്റിനോട് ആ സ്ഥാപനത്തെയും നമ്മുടെ കുടുംബത്തെയും മുന്നോട്ട് കൊണ്ടുപോകുന്ന വലിയ സംരംഭത്തോട് ഒരു കൂറും പ്രതിബദ്ധതയില്ലാതെ പെരുമാറുന്ന ആൾ ആരായാലും അതെ, നമുക്ക് അവരോട് മമതയില്ലല്ലോ. അതെ, ഒരു എക്സ്പീരിയൻസും അതുപോലെ തന്നെ ഈ പറയുന്ന എക്സ്പെർട്ടൈസും തമ്മിലുള്ളൊരു ഒരു ഫൈറ്റ് ഇവിടെ നടക്കുന്നുണ്ട് അല്ലേ? എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ എന്താണ് ഓൾഡ് പോപ്പുലേഷൻ, എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ പുതിയ എക്സ്പെരിമെന്റിലേക്ക് അവരെ കൊണ്ടുവരണം. എന്നാൽ എക്സ്പെർട്ടൈസ് കൂടും. അതെ, ആ എക്സ്പെരിമെന്റ്സ് എന്ന് പറയുന്ന സാധനം കട്ട് ചെയ്തിട്ട് അവർ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഞങ്ങൾ, അതുപോലെ പുതിയ എക്സ്പെർട്ടൈസ് വന്ന ആളുകൾ, പുതിയ ന്യൂജൻ വന്നിരിക്കുന്നു, ഇവർ തമ്മിൽ യുദ്ധം ചെയ്യരുത്. ഈ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ഉടനെ എക്സ്പെരിമെന്റ്സ് നടത്തണം. ആരോട് ചേർന്ന്? പുതിയ എക്സ്പെർട്ടൈസ് ഉള്ള അതെ, ന്യൂജൻ ആയാലും വയസ്സ് കുറഞ്ഞാലും തങ്ങളെ മക്കളായാലും മക്കളായാൽ പോലും അതിന് മടിക്കരുത്. ലോകവും കാലവും മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഒരു നല്ല സ്റ്റാഫുകളെ തീർച്ചയായിട്ടും നല്ല സ്റ്റാഫ് സംവിധാനം, നല്ല പെർഫോമേഴ്സിന്റെ നല്ല ടീമാണ് ഒരു സംരംഭത്തിന്റെ വിജയം. അതെ, ഒരു ബിസിനസ് ഫാമിലിയാണ് സ്റ്റാഫ് എന്ന് ഫാമിലിയാണ്. ആ ബിസിനസ് ഫാമിലിയിൽ ക്യാഷ് ഫ്ലോ മുട്ടാതിരിക്കാൻ, നമ്മുടെ മണി ബ്ലോക്ക് ഇല്ലാതിരിക്കാൻ, സാമ്പത്തിക ഞെരുക്കവും പ്രയാസവും പറഞ്ഞ് ഇനി മുന്നോട്ട് പോവാൻ പ്രയാസപ്പെടുന്ന സംരംഭകരുടെ ആ അധോഗതി ഇല്ലാതാക്കാൻ നമുക്ക് പെർഫോമൻസിനെ സൃഷ്ടിക്കാം. അതെ, ഓണ്ടർപ്രണർക്ക് വേണ്ടി എക്സൈറ്റഡ് ആയിട്ട് പെർഫോം ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി, ആ അത്യാവേശത്തിൽ അഭിനിവേശത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു സ്റ്റാഫ് സംവിധാനത്തെ, ടീമിനെ വാർത്തെടുക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ അതിൻ്റെ ഒരു ടിപ്പ് ഓഫ് ഐസ്ബർഗ് എന്ന് പറഞ്ഞ പോലെ അതിൻ്റെ ചെറിയൊരു ഭാഗമാണ് ഇപ്പോൾ ഇവിടെ ഷെയർ ചെയ്യുന്നത്. നീണ്ട ഒരു 1 day ട്രെയിനിങ്, അതുപോലെ തന്നെ 3 days ട്രെയിനിങ്, ഒരു വർഷം നീളുന്ന പ്രത്യേകമായ പ്രോഗ്രാമിലൂടെയൊക്കെ നമ്മൾ സ്ഥാപനത്തിന് കാട്ടിക്കൊടുക്കുന്ന, അനുഭവിപ്പിക്കുന്ന ഒരുപാട് മെച്ചപ്പെട്ട റവന്യൂ ആൻഡ് പ്രോഫിറ്റബിൾ മാർഗങ്ങളുണ്ട്. അതെ, പക്ഷേ പലപ്പോഴും സംരംഭകർക്ക് ഈ ട്രെയിനിങ് കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു റിസൾട്ട് ഉണ്ടാവുമോ? ഇതൊരു മോട്ടിവേഷൻ അല്ലേ? ഇതൊരു ദിവസമോ അല്ലേ ചിലപ്പോൾ ഒരു 2 ദിവസവും മാത്രം നിലനിൽക്കുന്ന ഒരു എനർജി മാത്രമല്ലേ കിട്ടുള്ളൂ എന്നുള്ള ഒരു ചിലപ്പോൾ തെറ്റിദ്ധാരണ. മോട്ടിവേഷൻ എന്ന് പറയുന്ന പദത്തെ തന്നെ ആളുകൾ തെറ്റിദ്ധരിക്കുകയും ഭയക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. കാരണം അത്രയും നാട് നിറഞ്ഞ മോട്ടിവേറ്റേഴ്സാണ്, ട്രെയിനേഴ്സാണ്. പക്ഷേ മോട്ടിവേഷൻ ഈസ് ദ ഗേറ്റ് വേ ഓഫ് ട്രാൻസ്ഫോർമേഷൻ. പല തവണ നമ്മൾ പറയേണ്ടി വരികയാണ്. എല്ലാ മാറ്റത്തിൻ്റെയും തുടക്കം ആ വാതിലൂടെ കടന്നേ പറ്റുള്ളൂ. കാരണം ഒരു പ്രചോദനം, ഒരു കിക്ക്, ഒരു പുഷ് നമുക്ക് കിട്ടിയാലേ നമ്മൾ ഒന്ന് ഞെട്ടി ഉണരുള്ളൂ. ആ ഉണർച്ചയ്ക്കാണ് മോട്ടിവേഷൻ എന്ന് പറയുക. ആ ഉണർച്ചയിൽ നിന്ന് പോവല്ല, ആ ഉണർച്ചയ്ക്ക് ഉടനെ അതിൻ്റെ ആക്ടിവേഷൻ, അതിൻ്റെ പ്രവർത്തന പദ്ധതിയിലേക്ക് നമ്മളെ മാറ്റാൻ പറ്റണം. നെക്സ്റ്റ് ലെവലാണത്, ഗിയർ ചേഞ്ചാണ്. അവിടുന്ന് പിന്നെ ആ ആക്ടിവേഷൻ്റെ ഒടുവിൽ നമുക്ക് റിയലൈസേഷൻ, ബോധോദയം ഉണ്ടാവണം. ഓ, ഞാൻ പണ്ട് അങ്ങനെയായിരുന്നു അല്ലേ, ഈ കിക്ക് കിട്ടിയപ്പോൾ, ഈ പുഷ് കിട്ടിയപ്പോൾ, ഈ പ്രചോദനം കിട്ടിയപ്പോൾ ഞാൻ ഇങ്ങനെയായി, ഗുണമുണ്ടല്ലോ. അത് റിയലൈസേഷൻ. ആ റിയലൈസേഷൻ്റെ ഒടുവിൽ സ്ഥിരമായ, സ്ഥായിയായ, സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു മാറ്റത്തെയാണ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുക. അതെ, അതെ, ആ ചേഞ്ചിലേക്ക് ആളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ അയാൾ മാറി. അതെ, നമ്മളൊക്കെ ഇപ്പോൾ ട്രെയിനിങ്ങിലൂടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസത്തെ ട്രെയിനിങ് കഴിഞ്ഞാൽ തന്നെ നമ്മളിപ്പം അല്ലേ ഒരു തീർച്ചയായിട്ടും 1 day ആയിട്ടുള്ള അനാലിസിസ് അല്ലേ, ഓരോ ദിവസത്തെ അനാലിസിസിലൂടെ ആണല്ലോ സ്റ്റാഫിനെ. നമ്മളൊരു മൈൻഡ് ട്യൂൺ എന്ന് പറയുന്ന തുടക്കം 14 വർഷം മുമ്പ് നമ്മൾ മൈൻഡ് ട്യൂൺ എന്ന് പറയുന്ന ഒരു ബ്രാൻഡഡ് ട്രേഡ് മാർക്ക് ട്രെയിനിങ് തുടങ്ങി, ഒരു പാക്കേജ് ആണ് 10 hours. പിന്നെ അതിൽ നിന്നാണ് നമ്മൾ ഫോളോ അപ്പ് ടീം വേണമെന്ന് മനസ്സിലാക്കി, അത് 100 ദിവസത്തെ ഫോളോ അപ്പ് വേണമെന്ന് മനസ്സിലാക്കി. അങ്ങനെ നിരന്തരം അവരെ പിടികൂടിയപ്പോൾ ഉണ്ടായ ട്രാൻസ്ഫോർമേഷൻ 20,000 എബോവ് മെമ്പേഴ്സിലെത്തി നിൽക്കുകയാണ്. അത് ഇന്നൊരു ഫോളോ അപ്പ് ടീമായിട്ടും സൊസൈറ്റി ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റി. അതാണ് അനുഭവം. അങ്ങനെ ബിസിനസ് ചാലഞ്ചർ വരെ എത്തി നിൽക്കുന്നു. ഫാമിലി ട്യൂണുണ്ട്, സെയിൽസ് ട്യൂണും ബിസിനസ് ട്യൂണും ഉണ്ട്, സെയിൽസ് ആർമിയും ബിസിനസ് ആർമിയും ഉണ്ടായി. ഇതൊക്കെ കാലികമായ ആവശ്യങ്ങൾക്കനുസരിച്ച് ഈ ട്രാൻസ്ഫോർമേഷൻ മോഡ് എങ്ങനെ ഉണ്ടാക്കാം, ഹൗ ടു ബിൽഡ്, ഹൗ ടു കൺസ്ട്രക്ട്, ഹൗ ടു ചേഞ്ച്, ഹൗ ടു ട്രാൻസ്ഫോം എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ടുണ്ടായ ഇവോൾവ് ചെയ്ത കാര്യങ്ങളാണ്. അതെ, അതെ, അത്തരത്തിൽ ഇങ്ങനെയുള്ള ഓരോ ചേഞ്ചസിലൂടെ സ്റ്റാഫിനെയും ടീമിനെയും ഒക്കെ ഒന്ന് നന്നായിട്ട് റിഫോം ചെയ്ത് നല്ല രീതിയിൽ ബിസിനസ് പോകുന്ന നല്ലൊരു കമ്മ്യൂണിറ്റി ആയിട്ട് സംരംഭകനാണ് ആദ്യമായിട്ട് ഈ ബോധോദയം ഉണ്ടാവേണ്ടത്. ആ ബോധോദയം, ആ ലീഡർഷിപ്പാണ് ശരിയായിട്ട് അയാളുടെ
ട്രാൻസ്ഫോർമേഷൻ ആ സ്ഥാപനത്തിൽ ഉണ്ടാക്കുന്നത്. അതെ. ഇനി വീണ്ടും നമുക്ക് ഇത്തരത്തിലുള്ള വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡയമെൻഷൻസിലൂടെ നമുക്ക് തീർച്ചയായും ഇത് തുടരേണ്ട ഒരു ചർച്ചയാണ്. ഇത് നിരന്തരം മാറ്റപ്പെടേണ്ട ഒരു വിഷയമാണ്. ഓക്കെ.